സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ, സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. ശാലോം ടെലിവിഷൻ്റെ എൻ്റെ നല്ല അമ്മ എന്ന എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇത് ശ്രവിക്കുന്ന പ്രേക്ഷകർക്ക് ധാരാളം അനുഗ്രഹം അമ്മ വഴി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓരോരുത്തർക്കും വ്യക്തിപരമായി അമ്മയോടുള്ള ബന്ധം, പ്രാർത്ഥന വഴി അമ്മ എങ്ങനെ സഹായിച്ചു എന്ന വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന എപ്പിസോഡുകളാണ് ഇതിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ഇത് കേൾക്കുന്നവർക്ക് ധാരാളം അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയോടുള്ള ഭക്തി വർദ്ധിക്കുവാൻ, അമ്മയോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ, അമ്മ വഴി പിതാവായ ദൈവത്തിങ്കിലേക്ക്, പുത്രനിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലേക്ക് എത്തുവാൻ വഴിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതം അമ്മയോട് ചേർന്നുള്ളതാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തോത്തൂസ് തൂവൂസ് മുഴുവനും നിൻ്റേത് എന്ന മുദ്രാവാക്യം സ്വീകരിച്ചതുപോലെ എൻ്റെ ജീവിതവും അമ്മയോടൊപ്പം ഉള്ളതാണ്. മുഴുവനും നിൻ്റേത്. വളരെ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ വഴി കിട്ടിയ അമ്മയോടുള്ള സ്നേഹം, വാത്സല്യം ഓരോ ദിവസവും എന്നതുപോലെ വർദ്ധിച്ചു വരികയും അമ്മ വഴി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സഭയിൽ അമ്മയ്ക്കുള്ള സ്ഥാനം അമൂല്യമാണ്. അമ്മ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മയിലൂടെ ഞാൻ വ്യക്തിപരമായി പഠിച്ചിട്ടുമുണ്ട്. അമ്മയിലൂടെ ലഭിച്ച അമ്മയെന്ന ആ വലിയ അനുഗ്രഹം അതെങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിച്ചത് ഒരു കൊച്ചനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. പല അവസരങ്ങളിലും ഞാനിത് പങ്കുവച്ചിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ കൂടി നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1960 വെറ്റിലപ്പാറ എന്ന ഗ്രാമത്തിലേക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ കുടിയേറിയത്. അന്നവിടെ യാതൊരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. ദേവാലയത്തിൽ പോകണമെങ്കിൽ 4 കിലോമീറ്റർ നടക്കണമായിരുന്നു. റോഡുകളില്ല, യാത്രാ സൗകര്യമില്ല. ആ ഒരു കാലഘട്ടത്തിൽ 1961 കാലഘട്ടത്തിൽ സംഭവിച്ച പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആ ഒരു അനുഭവമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. കുടിയേറ്റത്തിൽ വന്നതിന് ശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഭൂമിയിൽ ജനിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ കാലഘട്ടത്തിൽ 8 ദിവസങ്ങൾക്കുള്ളിൽ മാമോദീസ നൽകണമെന്നായിരുന്നു നിയമം. ഞങ്ങളുടെ ഗ്രാമത്തിൽ 10 കുടുംബങ്ങളിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ. കുടിയേറ്റം ആരംഭിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ പ്രദേശത്തേക്ക്. എനിക്ക് ജന്മം നൽകിയതിന് ശേഷം എൻ്റെ മാതാപിതാക്കൾ എനിക്ക് മാമോദീസ നൽകുവാൻ 4 കിലോമീറ്റർ അടുത്തുള്ള പള്ളിയിലേക്ക് പോകേണ്ടിയിരുന്നു. തൊട്ടടുത്ത് താമസിക്കുകയും ഒരേ സ്ഥലത്ത് നിന്ന് കുടിയേറുകയും ചെയ്ത കണിയാങ്കുഴിയിൽ ഏലിക്കുട്ടി എന്ന അമ്മച്ചിയായിരുന്നു എന്നെ മാമോദീസ മുക്കുവാൻ വേണ്ടി തോട്ടുമുക്കം 4 കിലോമീറ്റർ അകലെയുള്ള തോട്ടുമുക്കം പള്ളിയിലേക്ക് കൊണ്ടുപോയത്. ആ പോകുന്ന യാത്രയിൽ സംഭവിച്ച ഒരു അനുഭവം അവരെന്നോട് പങ്കുവെക്കുകയാണ്. അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ളതാണ്. ഈ ഒരു സംഭവം ഞങ്ങൾ ഏകദേശം 40 വർഷത്തെ അനുഭവത്തിനുള്ളിൽ പലപ്പോഴും ഞാൻ അവരുടെ ഭവനത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവർക്കെന്നെ വലിയ ഇഷ്ടവുമായിരുന്നു. തലതൊട്ടമ്മ എന്നൊരു അവകാശം
അവരെപ്പോഴും എല്ലാവരോടും പറയുമായിരുന്നു, ഞാൻ തലതൊട്ടത് കൊണ്ടാണ് നീ വൈദികനായി തീർന്നതെന്ന്. പലപ്പോഴും ഞാൻ ആ വീട്ടിൽ പോകുമായിരുന്നു. പള്ളിയിൽ വെച്ച് കാണുമ്പോഴൊക്കെ എന്നോട് വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി സംസാരിക്കുമായിരുന്നു. അങ്ങനെ സ്നേഹപൂർവ്വം അവരോട് ഇടപെട്ട ഏകദേശം 40 വർഷം. ഒരു ദിവസം എൻ്റെ മനസ്സിൽ ഒരു ചിന്ത, വൈദികനായി ജോലി ചെയ്യുന്ന കാലഘട്ടം. എൻ്റെ തലതൊട്ടമ്മയെ ഏലിക്കുട്ടി ചേട്ടത്തിയെ ഒന്ന് കാണണമെന്ന് മനസ്സ് വളരെ നിർബന്ധപൂർവ്വം പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഏലിക്കുട്ടി ചേട്ടത്തിയെ എനിക്കൊന്ന് കാണണം. ഏകദേശം 1 കിലോമീറ്റർ അകലെയായിരുന്നു ഞങ്ങളുടെ വീടിന് അടുത്ത് നിന്ന് അവർ താമസിച്ചിരുന്നത്. ജ്യേഷ്ഠൻ എന്നോട് അപ്പോൾ പറഞ്ഞു, ഏലിക്കുട്ടി ചേട്ടത്തി എന്നെ കാണുവാൻ വളരെയധികം ആഗ്രഹിച്ചിരിക്കുകയാണെന്നും നിരവധി തവണ ആവശ്യപ്പെട്ടുവെന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചു, മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം ഇത്ര വലുതാണല്ലോ എന്ന്. ഞാൻ അവരെ കാണുവാൻ അവരുടെ അടുത്ത് ചെന്നു. അപ്പോഴെന്നോട് 40 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കാര്യം, പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം എന്നോട് പങ്കുവച്ചു. ഇത് പങ്കുവെക്കുവാൻ വേണ്ടി അവർ ജീവിച്ചിരുന്നു എന്ന്, എന്നെ അപ്പോൾ അവിടെ എത്തിച്ചു എന്ന് അത്ഭുതത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. മാമോദീസ മുക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നത് 4 കിലോമീറ്റർ അകലെയുള്ള തോട്ടുമുക്കം ഇടവകയിലാണ്. 2 വലിയ പുഴകൾ കടക്കണമായിരുന്നു. അന്നത്തെ കാലത്ത് പാലമൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റത്തടി പാലം, ഒരു കമ്പിയുണ്ടാവും കൈ പിടിക്കുവാൻ വേണ്ടി. വലിയ പുഴ. ജൂലൈ 26-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ കർക്കിടക മാസം, പുഴ നിറഞ്ഞൊഴുകുന്ന സമയം. ആദ്യത്തെ പുഴ വളരെ ഭംഗിയായിട്ട് അവർ കടന്നു. രണ്ടാമത്തെ പുഴ കടക്കുന്ന അവസരത്തിൽ ഉണ്ടായ സംഭവമാണ് അവരെന്നോട് പറഞ്ഞത്. പുഴയുടെ അടുത്ത്, അത് കുറച്ചുകൂടി വലിയ പുഴയായിരുന്നു. അടുത്തെത്തിയപ്പോൾ എൻ്റെ ചാച്ചൻ, പിതാവ്, അവരോട് പറഞ്ഞു, ഏലിക്കുട്ടി, ഇത് വലിയ പുഴയാണ്. ഞാൻ താഴെ നിന്ന് 5 കിലോമീറ്റർ അകലെ അരീക്കോട് നിന്ന് തോണി കൊണ്ടുവരാം, അതിനുശേഷം അക്കരെ കടക്കാം. അപ്പോൾ ഏലിക്കുട്ടി ചേട്ടത്തി പറഞ്ഞു, അതൊന്നും സാരമില്ല, ഈ പുഴയൊക്കെ എനിക്ക് നിസ്സാരമാണ്, എനിക്ക് അക്കരെ കടക്കുവാൻ സാധിക്കും. ധൈര്യപൂർവ്വം കുഞ്ഞിനെ ഒരു കൈയിൽ പിടിച്ചു, ഒരു കൈ കമ്പിയിലും പിടിച്ച് പതുക്കെ നടക്കുകയാണ് ധൈര്യപൂർവ്വം. പുഴയുടെ നടുവിലെത്തിയപ്പോൾ പുഴ നിറഞ്ഞൊഴുകുകയാണ്. നടുഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും അവരെന്നോട് പറഞ്ഞു, എൻ്റെ കാൽ വിറയ്ക്കുവാൻ തുടങ്ങി. ഞാൻ ഒരു നിമിഷം പുഴയിലേക്ക് നോക്കിയപ്പോഴേക്കും ഭീതി എന്നിലേക്ക് കടന്നു വന്നു. കാൽ വിറയ്ക്കുവാൻ തുടങ്ങി, കൈകൾ വിറച്ചു, ശരീരം ആസകലം വിറയ്ക്കുവാൻ തുടങ്ങി. എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഉറപ്പായി, ഈ കൈ ഇപ്പോൾ തന്നെ കമ്പിയിൽ നിന്ന് വിടും. നമ്മൾ 2 പേരുകൂടി പുഴയുടെ അഗാധങ്ങളിലേക്ക് പതിക്കും. മരിക്കുവാൻ നിമിഷം മാത്രമേ ഉള്ളൂ. മരണം എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നി. ഭീതി എന്നെ മുഴുവനും വിഴുങ്ങി. പുഴയിലേക്ക് പതിക്കുന്നതിന് തൊട്ട് മുൻപ് ഞാൻ ഉറക്കെ നിലവിളിച്ചു, അമ്മേ, മാതാവേ, രക്ഷിക്കണേ എന്ന്. എനിക്ക് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. പുഴയുടെ അക്കരെ നിന്ന് യുവതി ആയ ഒരു സ്ത്രീ, പരിശുദ്ധ അമ്മ, എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അവരെൻ്റെ കൈ പിടിച്ചു. വളരെ ധൈര്യപൂർവ്വം എന്നോട് പറഞ്ഞു, ധൈര്യത്തോടെ നടന്നു, ഞാൻ സംരക്ഷിക്കുമല്ലോ. അങ്ങനെ ധൈര്യപൂർവ്വം അമ്മയുടെ കൈ പിടിച്ച് ഞാൻ പുഴയുടെ അക്കരെ കടന്നു. അക്കരെ എത്തിയപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഞാൻ, ഏലിക്കുട്ടി ചേട്ടത്തി എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ അപ്പനോട് പറഞ്ഞു, ഈ കുഞ്ഞ് പരിശുദ്ധ അമ്മയുടേതാണ്, അതുകൊണ്ട് അമ്മയുടെ പേര് നൽകണം ഈ കുഞ്ഞിനെന്ന്. അങ്ങനെയാണ് റെമീജിയസ് മരിയ എന്ന പേര് എനിക്ക് ലഭിച്ചത്. വലിയ പ്രതിസന്ധിയിൽ ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ വിശ്വാസം എത്ര വലുതാണെന്ന് അത് നമ്മെ പഠിപ്പിക്കുക. എന്നെ അതിശയിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഇതോട് ചേർന്ന്. ഈ ഒരു സംഭവം ഒരിക്കലും അസ്തമിച്ചു പോകാതെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം എത്ര വലുതാണെന്ന് ലോകം മുഴുവനും അറിയുവാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സംഭവം എന്നോട് പറഞ്ഞതിന് ശേഷം തുടർന്നൊരു ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആ ചികിത്സയുടെ സമയത്ത് അവർ നിത്യതയിലേക്ക് വിളിക്കപ്പെടുകയും ചെയ്തു. അതായത്
പലപ്പോഴും ആ വീട് ഞാൻ സന്ദർശിച്ചെങ്കിലും ഈ സംഭവം പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവം എന്നോട് പങ്കുവച്ചിരുന്നില്ല. ഈ സംഭവം പങ്കുവച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും എനിക്ക് അവരെ കാണാനും സാധിച്ചിട്ടില്ല. അതായത് പരിശുദ്ധ അമ്മ വഴിയുടെ മാധ്യസ്ഥ്യം വഴിയാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് അമ്മ എന്നോട് പറയുകയാണ്. എത്രയോ അത്ഭുതകരമായിട്ടുള്ള അനുഭവം. അമ്മ നമ്മെ എപ്പോഴും കാത്തു പരിപാലിക്കും. ഏത് പ്രതിസന്ധികളിലും സാധാരണക്കാരുടെ വിശ്വാസം നമുക്കും അതായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അമ്മയ്ക്ക് എപ്പോഴും നല്ലൊരു സ്ഥാനം കൊടുക്കണം. അമ്മ നമ്മെ നല്ലൊരു തീർത്ഥാടകയെ പോലെ നയിച്ചുകൊണ്ടിരിക്കും. അമ്മ നമ്മെ സഹായിക്കും. രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തലുകൾ അമ്മ നമുക്ക് നൽകും. വിശുദ്ധിയിൽ ജീവിക്കുവാൻ അമ്മയോടൊപ്പം നാം ജീവിക്കണം. മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതിന് ഏകദേശം ഒരു 2 വർഷം മുൻപ് അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ എനിക്ക് 2 അനുഭവങ്ങളുണ്ടായി പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ളത്. ഒരു അവസരത്തിൽ അമ്മ പ്രത്യേകമായിട്ട് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി, വിശുദ്ധിയിൽ ജീവിക്കണമെന്ന്. അപ്പോൾ ആ വിശുദ്ധിയിൽ ജീവിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് അമ്മയോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും 20 രഹസ്യങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുക. ഒരു ജപമാല മാത്രമേ ചൊല്ലി എനിക്ക് പരിചയമുണ്ടായിരുന്നുള്ളൂ, ശീലമുണ്ടായിരുന്നുള്ളൂ. അതുതന്നെ ചിലപ്പോൾ മുടങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ അമ്മ എന്നോട് ഇക്കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അന്നു മുതൽ ഇന്ന് വരെ 20 രഹസ്യങ്ങളും അത് 4 ജപമാലയും എല്ലാ ദിവസവും ചൊല്ലുവാനുള്ള വലിയൊരു പ്രേരണ, അത് അമ്മയുടെ ഒരു കരുത്ത്, അമ്മ സഹായിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഈ 20 ജപമാല ചെല്ലുമ്പോൾ അമ്മയോടൊപ്പം ചൊല്ലുമ്പോൾ ഒരു ദിവസം മുഴുവനും അമ്മ നമ്മുടെ കൂടെ ഉള്ളതുപോലെ ഒരനുഭവം എപ്പോഴും. അതുപോലെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ മാതാവിൻ്റെ രൂപത്തിന് മുൻപിലായിരിക്കുന്ന അവസരത്തിൽ എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി. ഇതും മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് മുൻപുള്ളൊരു അനുഭവമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ദർശനം. അമ്മ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഉണ്ണിയേശു അമ്മയോടൊപ്പം ചേർന്നുണ്ട്. ഉണ്ണിയേശു ഉണ്ട് അമ്മയുടെ ഒക്കത്ത്. എന്നോട് അമ്മ എന്തോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി, പക്ഷേ എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. അമ്മയോട് ഞാൻ എന്നെ തന്നെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതായ ഒരു അനുഭവം അമ്മ അടുത്ത് വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ നിമിഷങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അമ്മ തൻ്റെ ഒക്കത്ത് നിന്ന് ഉണ്ണിയേശുവിനെ താഴേക്ക് വെച്ചിട്ട് എന്നെ ആ ഒക്കത്തേക്ക് എടുത്തു വെക്കുന്ന ഒരനുഭവം. അത് അതുല്യമായ ഒരനുഭവമാണ്. പരിശുദ്ധ അമ്മ നമ്മെ സ്നേഹിക്കുന്നത് എത്ര ശക്തമായിട്ടാണ്. അമ്മയുടെ ഒക്കത്തിരുന്ന് ജീവിക്കാനുള്ളൊരു ഭാഗ്യം, അത് അമൂല്യനിധി പോലെ ആ ഒരു ദിവസത്തെ ദർശനം എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുകയാണ്. അമ്മയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം സഞ്ചരിച്ചാൽ വലിയ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. നമുക്ക് അറിഞ്ഞുകൂടാത്ത രഹസ്യങ്ങൾ, അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വലിയ ശക്തിയാണ്. ഇനി ഞാൻ എൻ്റെ വ്യക്തിപരമായൊരു അനുഭവം, അമ്മ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇത് സഭയുടെ പഠനവുമായിട്ട് ചേർന്ന് പോകുന്നതേ അല്ല, ഒരു മെത്രാൻ എന്ന നിലയിൽ ഔദ്യോഗികമായി പറയുന്നത് അല്ല. റെമീജിയസ് എന്നൊരു വ്യക്തി എന്ന നിലയിൽ വ്യക്തിപരമായി എൻ്റെ നല്ല അമ്മയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്. 1997 ഞാൻ റോമിൽ പഠിക്കുവാൻ വേണ്ടി പോയത്. റോമിൽ ചെല്ലുന്ന എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് വിശുദ്ധ പത്രോസ്ലീഹായുടെ ഖബറിടം ഉൾക്കൊള്ളുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കാണുക എന്നുള്ളത്. ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു പുസ്തകങ്ങളിൽ. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് പ്രസിദ്ധനായ മൈക്കലാഞ്ചലോയുടെ പ്രസിദ്ധമായ പിയത്ത എന്ന കലാരൂപമുള്ളതെന്ന്. അത് കാണുവാനും എനിക്ക് വലിയ ആകാംക്ഷയും ആഗ്രഹവും ഉണ്ടായിരുന്നു. ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രവേശിച്ചു, പ്രാർത്ഥിച്ചു. എവിടെയാണ് പിയത്തായുടെ രൂപം ഞാൻ അന്വേഷിച്ചു.
ആ രൂപത്തിന് മുൻപിൽ ഞാൻ അവിടെ എത്തി. രൂപത്തിൽ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ മുഖം വളരെ തിളങ്ങുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചു. ജീവനുള്ള യേശുവിൻ്റെ ശരീരം ആ മടിയിൽ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അതിനപ്പുറത്തായിട്ട് ഞാൻ കരയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ എന്തിനാണ് കരയുന്നതെന്ന് എനിക്ക് ഒട്ടും തന്നെ മനസ്സിലായില്ല. കാരണം അവിടെ അങ്ങനെ ധാരാളം തീർത്ഥാടകർ, അവരുടെ ഇടയിൽ ധാരാളം ആളുകൾ വന്നു പോകുന്നു. പക്ഷേ എൻ്റെ കരച്ചിൽ എനിക്ക് അടക്കാൻ സാധിക്കുന്നില്ല. അത് അമ്മയുടെ മുഖം കാണുമ്പോൾ, അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് എനിക്കത് തോന്നിയത്. പിന്നീട് ആ ഒരു അനുഭവം പിന്നീട് പലപ്പോഴും പിയത്തായുടെ അടുത്ത് പോകുമ്പോഴൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അതിനുശേഷം തിരികെ ഞാൻ നാട്ടിലെത്തി. രൂപതാ ഭവനിൽ ചാൻസലർ എന്ന നിലയിൽ ജോലി ചെയ്തു. ആ അവസരത്തിൽ അതിനുശേഷം പിന്നീട് രൂപത അധ്യക്ഷനായി, മെത്രാനായി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ എന്നോട് പറയുന്നത് പോലെ എനിക്ക് ഒരു തോന്നൽ, എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി ചൊല്ലണമെന്ന്. സാധാരണ വളരെ ചുരുക്കം ആളുകൾ എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി ചൊല്ലാറുള്ളൂ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറയുന്നത് പോലെ തോന്നി, കുരിശിൻ്റെ വഴി ചൊല്ലണമെന്ന്. അമ്മയുടെ നിർദ്ദേശം ഞാൻ സ്വീകരിച്ച് ഞാൻ കുരിശിൻ്റെ വഴി ചൊല്ലുവാൻ ആരംഭിച്ചു. ആദ്യത്തെ ദിവസം തന്നെ 13ാം സ്ഥലത്തെത്തിയപ്പോൾ അരുമസുതൻ്റെ മേനി മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന അലയാഴി പോലെ ദുഃഖം എത്ര അധികമാണെന്നുള്ള മനോഹരമായ ഗീതം ഞാൻ ആലപിച്ചപ്പോൾ അന്നെനിക്ക് റോമിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഉണ്ടായതുപോലൊരു അനുഭവം. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകിയിറങ്ങാൻ തുടങ്ങി. എൻ്റെ വികാരങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അമ്മയുടെ ദുഃഖത്തോട് ചേരുന്നതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്നോട് അമ്മ കുറച്ച് കാര്യങ്ങൾ അതോട് ചേർത്ത് വെച്ച് അതിനോടനുബന്ധിച്ച് പറഞ്ഞു തന്നു. അതെത്ര മനോഹരവും നല്ലതുമാണെന്ന് എനിക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചു. പക്ഷേ സഭാശാസ്ത്രത്തിൽ, ദൈവശാസ്ത്രത്തിൽ എവിടെയുമില്ലാത്ത കാര്യം അമ്മ എന്നോട് പറഞ്ഞു. അമ്മ പറയുകയാണ്, ഞാൻ ദൈവത്തെ അനുഭവിച്ചു. എൻ്റെ അനുഭവങ്ങൾ അത് നീ മനസ്സിലാക്കുക. നീ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയല്ലേ, എവിടെയാണ് ദൈവത്തെ കാണുവാൻ നിനക്ക് സാധിക്കുക? ഞാൻ ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഞാൻ എവിടെയാണ് ദൈവത്തെ കണ്ടതെന്ന് അറിയാമോ? അമ്മ എനിക്ക് പറഞ്ഞു തരികയാണ്. മാലാഖ എൻ്റെ അടുത്തേക്ക് വന്നു. മാലാഖ വന്നപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ പുത്രൻ നിന്നിൽ നിന്ന് ജനിക്കുവാൻ പോവുകയാണെന്ന്. എനിക്കതിനുള്ള അടയാളവും തന്നു. ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയാണ്, 6 മാസം. ആ ചിന്തകൾ അതെന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല. ദൈവത്തിൻ്റെ പുത്രൻ എന്നിൽ നിന്ന് ജനിക്കുകയോ, ദൈവത്തെ കാണാൻ സാധിക്കുകയോ, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണോ? ഇതേക്കുറിച്ച് എന്നോട് മാലാഖ പറഞ്ഞെങ്കിലും ചാർച്ചക്കാരിയായ ഗർഭിണിയായ എലിസബത്തിനെ കാണുവാൻ വേണ്ടി ഞാൻ പോവുകയാണ്. എല്ലാവരും പറയുന്നത് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ ഞാൻ പോയി എന്നാണ്. എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി പോയതല്ല. ചാർച്ചക്കാരിയായ എൻ്റെ ബന്ധു എലിസബത്ത് ഗർഭിണിയാണോ എന്നറിയുവാൻ വേണ്ടി പോയതാണ്. ഞാൻ അവിടെ ചെന്നു. അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, മാലാഖ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ശരിയാണ്. അവർ ഗർഭിണിയാണ്. വിശുദ്ധ എലിസബത്തിനോട് ഞാൻ എൻ്റെ എല്ലാ മനസ്സും പങ്കുവച്ചു. മാലാഖ എന്നോട് വന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു. അപ്പോഴെന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ എലിസബത്ത് എന്നോട് പറയുകയാണ്, എൻ്റെ ചാർച്ചക്കാരി പറയുകയാണ്, നിൻ്റെ ഉദരത്തിലുള്ളത് കർത്താവ് തന്നെയാണ്. എത്രയോ ഉദരത്തിൽ സംവഹിക്കുവാനുള്ള നിനക്ക് ലഭിച്ച ഭാഗ്യം എത്രയോ വലുതാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. നിന്നെ കണ്ടപ്പോഴേ എൻ്റെ ഉദരത്തിലുള്ള ശിശു കുതിച്ചു ചാടി. അതിനർത്ഥം തന്നെ നിന്നിൽ ദൈവത്തിൻ്റെ പുത്രൻ ഉണ്ട്, ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമല്ലേ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ചാൽ നീ ഭാഗ്യവതിയായിത്തീരും. ഇത്രയും എന്നോട് പറഞ്ഞു. ഞാൻ ആ വലിയ വിശ്വാസത്തോടു കൂടി തിരികെ പോന്നു. പിന്നീടുള്ള എൻ്റെ ദിവസങ്ങൾ എത്രയോ ആകാംക്ഷയും നിറഞ്ഞതായിരുന്നു. ദൈവം എന്നിൽ നിന്ന് പിറക്കാൻ പോകുന്നു. ദൈവത്തെ കാണാൻ മോശെ ആഗ്രഹിച്ചു. പക്ഷേ
മോശയ്ക്ക് സാധിച്ചില്ല. ദൈവം പറഞ്ഞു, എൻ്റെ മുഖം കണ്ടാൽ നീ മരിച്ചു പോകും, അതുകൊണ്ട് എൻ്റെ പുറകുഭാഗം മാത്രം കണ്ടാൽ മതി. അതിനുള്ള ഭാഗ്യമേ കിട്ടിയുള്ളൂ. ഇപ്പോഴെനിക്ക് ദൈവത്തെ കാണുവാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ്. ഞാൻ അതിശയിച്ചു പോയി. ഞാൻ ആ 9 മാസങ്ങൾ തീഷ്ണതയോടുകൂടി കാത്തിരുന്നു. എന്നിൽ സംശയങ്ങൾ നിരവധി ഉണ്ടായി. ശിശുവിനെ കയ്യിലെടുക്കുമ്പോൾ ഞാൻ മരിച്ചു പോകുമോ? എൻ്റെ ഭർത്താവ് മരിച്ചു പോകുമോ? ഇത്തരം നിരവധിയായ ചോദ്യങ്ങൾ, സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ദിവസം സമാഗതമായി. കുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിനെ ഞാൻ ആകാംക്ഷയോടെ കയ്യിലേക്ക് എടുത്തു. അതൊരു മനുഷ്യക്കുഞ്ഞ് മാത്രമായിരുന്നു. അതിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാനോ എൻ്റെ ഭർത്താവോ മരിച്ചില്ല. ഞാൻ സംശയിച്ചു, ഇതാണോ ദൈവം? തുടർന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യണമെന്ന് ഉള്ള ആവശ്യം. അപ്പോൾ വീണ്ടും ആ സംശയം വർദ്ധിച്ചു. ദൈവം എന്തിന് ഓടി ഒളിക്കുന്നു? 12ാമത്തെ വയസ്സിൽ കാണാതായപ്പോൾ വീണ്ടും എൻ്റെ സംശയം, ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുമോ? പരസ്യ ജീവിതകാലത്ത് എൻ്റെ സംശയം ഒന്നുകൂടി വർദ്ധിച്ചതേയുള്ളൂ. മാനസിക രോഗിയാണ് എൻ്റെ മകൻ, മാനസിക രോഗിയാണെന്ന് ബന്ധുക്കളും പ്രിയപ്പെട്ടവരും എല്ലാം എന്നോട് പറഞ്ഞു. ചികിത്സയ്ക്കായിട്ട് പിടിച്ചുകൊണ്ടുപോകണം എന്ന ആവശ്യവും ശക്തമായി തീർന്നു. അതിനായിട്ട് ഞാൻ പോവുകയും ചെയ്തു. വീണ്ടും സംശയം എൻ്റെ മനസ്സിലേക്ക് വന്നു, ദൈവത്തിന് ഭ്രാന്തോ? എൻ്റെ മകൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ, ദൈവമാണെങ്കിൽ അവൻ എങ്ങനെ മാനസിക രോഗമുണ്ടാകും? അവനെ പട്ടാളക്കാർ പിടിച്ചു എന്ന് കേൾക്കുമ്പോൾ ഈ ചിന്തകൾ വീണ്ടും ശക്തമായി. ദൈവത്തിനെ ആർക്കെങ്കിലും അറസ്റ്റ് ചെയ്യാനാകുമോ? ബന്ധിക്കാനാകുമോ? അവൻ്റെ പീഡാസഹനത്തോടുകൂടെ ഞാനും ചേർന്ന് പോയി. കുരിശിൻ്റെ മുകളിൽ അവൻ്റെ ദാരുണമായ അന്ത്യത്തോട് ഞാൻ ചേർന്നു. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിലുള്ള സംശയം, ദൈവം ഇതുപോലെ പീഡിപ്പിക്കപ്പെടുമോ? ഇതുപോലെ സഹിക്കേണ്ടി വരുമോ? എൻ്റെ പുത്രൻ ദൈവമാണോ? ഈ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ചേതനയറ്റ ശരീരം ഞാൻ എൻ്റെ മടിയിലേക്ക് ഒന്ന് ഏറ്റുവാങ്ങി ദുഃഖത്തോടുകൂടി മടിയിൽ കിടക്കുന്ന എൻ്റെ മകൻ്റെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി. അത്ഭുതം! ഞാൻ അവിടെ ദൈവത്തിൻ്റെ മുഖം കണ്ടു. എനിക്ക് മനസ്സിലായി, സങ്കടത്തിലും കഷ്ടപ്പാടുകളിലും വേദനയിലുമാണ് ദൈവത്തിൻ്റെ മുഖം ഉള്ളതെന്ന്. അതുകൊണ്ട് സങ്കടത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടുകളിലും വേദനയിലുമേ ദൈവത്തിൻ്റെ മുഖമുള്ളൂ എന്ന് നീ പഠിക്കുക. സങ്കടപ്പെടുന്നവരിലും വേദനിക്കുന്നവരിലുമാണ് നീ ദൈവത്തെ അന്വേഷിക്കേണ്ടതും, മറ്റെവിടെയും അന്വേഷിക്കേണ്ട എന്ന് എന്നോട് പറഞ്ഞു. ഈ വാക്കുകൾ, അമ്മയുടെ ഈ വാക്കുകൾ എത്രയോ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുകയാണ്. അമ്മ സഹിച്ച പീഡകൾ യേശുവിന് മുൻപ് തന്നെ അമ്മയുണ്ട്. അപ്പോളേ സഹനം ആരംഭിച്ചു. യേശുവിൻ്റെ മരണത്തിന് ശേഷവും അമ്മയുടെ സഹനം തുടരുന്നത് നാം കാണുകയാണ്. സഹനത്തിലാണ് നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് അമ്മയുടെ 7 വ്യാകുലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജർമ്മനിയിൽ വെച്ച് എനിക്ക് അമ്മയുടെ വലിയൊരു മാധ്യസ്ഥ്യം അത്ഭുതകരമായിട്ട് ലഭിച്ചത് ഞാൻ ഓർക്കുകയാണ്. ജർമ്മനിയിലെ ആഹൻ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ യാത്രാമധ്യേ എൻ്റെ പക്കൽ വലിയ ബാഗുണ്ട്. അതിൽ ഒരു മാസത്തേക്ക് വേണ്ട വസ്ത്രങ്ങൾ, മറ്റ് എല്ലാ സാധനങ്ങളും അതിലുണ്ട്. അത് കൊണ്ടുപോകുക അത്ര എളുപ്പമായിരുന്നില്ല. ഞാനത് റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ അടുത്ത് വെച്ചിട്ട് തൊട്ടടുത്ത് തിരിഞ്ഞു നോക്കിയാൽ പെട്ടി കാണാവുന്ന വിധത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലുള്ള കോഫി ഷോപ്പ്, അവിടെ നിന്ന് ചായ വാങ്ങി കുടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സൊന്ന് മന്ത്രിച്ചു, പെട്ടി എവിടെയെന്ന് നോക്കൂ എന്ന്. പെട്ടി എവിടെയെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പെട്ടി കാണാനില്ല. ഉടൻ തന്നെ ആരെങ്കിലും അതെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുമെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വരുമ്പോൾ ആ അവസരത്തിൽ വളരെ ശാന്തമായിരുന്നു അവിടെ. ഒരു വാഹനം പോലും നീങ്ങുന്നതോ ആരും നീങ്ങുന്നതോ എൻ്റെ പെട്ടിയോ ഞാൻ കണ്ടില്ല. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, നിലവിളിച്ചു, അമ്മേ സഹായത്തിന് വരണമേ എന്ന്. അപ്പോൾ അമ്മ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി, ട്രാക്കിലേക്ക് പോയി നോക്കൂ. 6 ട്രാക്കുകൾക്ക് അധികമുള്ള ധാരാളം ട്രാക്കുകളിലുള്ള റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഞാൻ പെട്ടെന്ന് ട്രെയിൻ വരുന്ന സ്ഥലത്തേക്ക് ഓടി പോകുമ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് കാണുവാൻ സാധിക്കും,
സ്റ്റേഷനിൽ നിന്ന് 3-ാമത്തെ ട്രാക്കിൽ ഒരു പ്രായമുള്ളൊരു സ്ത്രീ എൻ്റെ പെട്ടി വലിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ വളരെ വേഗം ചെന്ന് ആ സ്ത്രീയോട് ചോദിച്ചു, ഇത് ആരുടെ പെട്ടിയാണ്? അപ്പോഴെന്നെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, മോൻ്റെ പെട്ടിയാണെങ്കിൽ എടുത്തുകൊള്ളൂ എന്ന്. എനിക്ക് ആ പെട്ടി അത്ഭുതകരമായിട്ട് തിരികെ കിട്ടി. അത് അമ്മയുടെ മാധ്യസ്ഥ്യം കൊണ്ട് മാത്രമാണ് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ നമ്മുടെ ജീവിതത്തിൽ എത്രയോ കരുതലുള്ളവളാണ്, എത്രയോ സ്നേഹമുള്ളവളാണ്. വിശുദ്ധരെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. വിശുദ്ധർക്കെല്ലാം അമ്മയോട് എത്രയോ സ്നേഹമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അമ്മയില്ലാത്തൊരു യാത്രയില്ല. അമ്മയോടൊപ്പമാണ് നമ്മുടെ ഈ തീർത്ഥയാത്ര. അമ്മ നമ്മെ പഠിപ്പിച്ചു തരും. അമ്മ കണ്ണാടിയാണ്, അധ്യാപികയാണ്, വിദ്യാലയമാണെന്നല്ലേ സഭ പഠിപ്പിക്കുന്നത്. എല്ലാം അമ്മയിൽ നിന്ന് പഠിക്കാം. അമ്മ കൂടെ ഉണ്ടെങ്കിൽ എന്തോ ഒരു ആശ്വാസമാണ്. അമ്മ നമ്മെ തിരുക്കുമാരനിലേക്ക് എത്തിക്കും, ത്രിത്വത്തിലേക്ക് എത്തിക്കും. സ്വർഗീയ ജെറൂസലമിലേക്ക് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ ത്രിത്വത്തിൻ്റെ മഹത്വപ്രഭയുടെ അടുത്ത് നിൽക്കാൻ ഒരാൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ അമ്മയ്ക്കാണ്. മറ്റു വിശുദ്ധർക്കോ ആർക്കും തന്നെ അതിനോട് അടുത്ത് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയില്ല. ആ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കാൻ ഒരേ ഒരാൾക്കേ അവകാശമുള്ളൂ, അത് അമ്മയാണ്. അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്കത്ര ശക്തമാണ്. നമ്മുടെ പരീക്ഷണ വേളകളിൽ, ദുഃഖങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ, സന്തോഷങ്ങളിൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ, സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ